നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഓണാശംസകൾ നേരുകയാണ്. ഫക്രുദ്ദീൻ സർ, അതെ, എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളുടെ ഒരു ഉത്സവമാണല്ലോ ഓണം എന്ന് പറയുന്നത്. നമുക്ക് ഓരോ വർഷവും കഴിയുന്തോറും കഴിഞ്ഞുപോയ നാളിനെക്കുറിച്ചുള്ള ആ ഓണം നമുക്കെന്നും മനസ്സിലുണ്ടാകും. എനിക്കൊന്നും മലബാറിലൊക്കെ എങ്ങനെയാണ് ഓണം എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഓണം വളരെ പ്രധാനപ്പെട്ട ആഘോഷവും കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നമ്മൾ എല്ലാ വീടുകളിൽ നിന്നും നമുക്ക് ചുറ്റുമുള്ള ഹൈന്ദവ വീടുകളിൽ നിന്ന് ഇങ്ങനെ പലഹാരപ്പൊതികൾ നമ്മുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഈ 5 ദിവസവും ഓരോ വീട്ടിലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നമ്മൾ വിളിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡുണ്ട്, ഇങ്ങനെ കേട്ടോ. ആ റോഡിൽ മുഴുവൻ ഒന്നാം ഓണം മുതൽ ചീട്ടുകളി സംഘം വരും. പോലീസൊന്നും പിടിക്കത്തില്ല. ഇവരിങ്ങനെ വന്നിരുന്നിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ നാട്ടിലുള്ള ആളുകൾ വന്ന് ചീട്ട് കളിക്കുകയാണ്. അപ്പം ഇങ്ങനെ പിന്നെ ഓണത്തിൻ്റെ കളികൾ ഇതൊക്കെ രസകരമായി. ഇന്ന് പക്ഷേ ഓണം എന്ന് പറയുന്നത് അന്നത്തെ പോലെ അല്ല, മാറിപ്പോയി. കുറേ കഴിയുമ്പം അടുത്ത തലമുറയും ഇങ്ങനെയൊക്കെ തന്നെ പറയും. അപ്പോൾ സാറ്, നമുക്ക് എങ്ങനെയാണ് ഓണത്തിൻ്റെ ഒരു മാറ്റവും സാറിൻ്റെ ഓണ അനുഭവങ്ങളും പ്രേക്ഷകർക്ക് വേണ്ടി എങ്ങനെ നമുക്ക് പങ്കുവയ്ക്കും? ഞങ്ങൾ മലബാറിൽ കോഴിക്കോട് ആ സൈഡിൽ നമ്മൾ എല്ലാവരും എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളുകളാണ്. പക്ഷെ അതേസമയം മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിലൊന്നും നമ്മൾ പങ്കുചേരുകയോ നമ്മൾ ഇതിനൊക്കെ പോകും. അതായത് ഈ പറയുന്ന ഉത്സവത്തിനൊക്കെ ഉത്സവമാകുമ്പോൾ നമ്മൾ നാടകം കാണുകയൊക്കെ ചെയ്യും. അത് ക്ഷേത്രത്തിനുള്ളിലോട്ട് നമ്മൾ കയറില്ല. അതായത് അവർ പള്ളീൻ്റെ ഉള്ളിലോട്ട് ഹിന്ദുസോ ക്രിസ്ത്യൻസോ ഒന്നും കയറില്ല. അപ്പം ഓണം എന്നെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി എൻ്റെ കുട്ടിക്കാലത്ത് നമ്മളെ വീട് വളരെ സെക്യുലർ ആണ്. ആസസരും ഒക്കെ നമ്മളെ വീട്ടിൽ വരാറുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ട്, ഭക്ഷണം കഴിക്കും, പെരുന്നാളൊക്കെ വരും. പക്ഷേ നമ്മളങ്ങനെ ഓണം ഞങ്ങൾ ആഘോഷം ചെയ്യുന്നില്ല. ബേസിക്കലി ഒരു ഹിന്ദു ആഘോഷമാണ്. പക്ഷെ മലബാറിൽ ബേസിക്കലി ഹിന്ദുക്കളുടെ ഇടയിൽ ഓണവും വിഷു ഒരേപോലെ വലിയ ആഘോഷം. 2 ദിവസമുണ്ട്, ചെറിയ വിഷു, ചെറിയ ഓണം എന്ന് പറയും. അപ്പൊ അങ്ങനെ കോളേജിൽ പിന്നെ ഇത് ദേശീയോത്സവമായി പ്രഖ്യാപിച്ചല്ലോ. നമ്മൾ ആ കാലഘട്ടം അതിനുശേഷമാണ് നമ്മളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് കേരളത്തിൽ ദേശീയോത്സവം എന്ന് പത്രത്തിലൊക്കെ വരുമ്പോൾ നമ്മളതിങ്ങനെ അപ്പൊ നമ്മളും കൂടി ആഘോഷിക്കേണ്ടതാണല്ലോ എന്ന് സംശയം നമ്മൾ വീട്ടിൽ പറയും. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് പറയാന്ന് വെച്ചാൽ ഇനിയിപ്പം നമ്മളേതായാലും പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്, അപ്പോൾ അവരൊക്കെ നമ്മളും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഓണം അവരെ ആഘോഷിച്ചോട്ടെ, നമുക്ക് അവിടെ പോയിട്ട് അവർ നമ്മളെ വിളിക്കില്ല, നമുക്ക് അവിടെ പോയി ഭക്ഷണം കഴിച്ച് അവരോട് ഓണത്തിന് കൂടാം, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ എൻ്റെ ഒരു കുട്ടിക്കാലം മൊത്തം അങ്ങനെയാണ്. ബേസിക്കലി ഒരു ഹിന്ദു ആഘോഷമാണ്. പക്ഷേ എല്ലാവരും പങ്കുചേരാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ആഘോഷിക്കില്ല, അടുത്ത വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഹിന്ദു വീടുകളിൽ പോയിട്ട് ഭക്ഷണത്തിൽ കഴിക്കും, നമ്മൾ പോയി ഭക്ഷണം കഴിക്കുന്നു പോരുന്നു. പിന്നെ ഉള്ളത് പൊതുവായി കലാവേദികൾ. നമ്മളെ കാലഘട്ടത്തിലൊക്കെ കലാവേദി, നമ്മളെ നാട്ടിൽ രചനാ കലാവേദി ഒരു, പിന്നുള്ളത് ഞാൻ ഒരു കറ്റോട്ടിൽ ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന അവസരമുണ്ട്. പിന്നുള്ളത് കണ്ണാടിക്കുളം മാർഷൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അങ്ങനെ ഒരു ഞങ്ങളവിടെ ഒരു വായനശാല, എൻ്റെ പേര് ഞാൻ മറന്നു. ഞാൻ ഇവരുടെ ഓണാഘോഷമാണ് ആദ്യം കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ ഈ വായനശാല ഓണാഘോഷം ബേസിക്കലി കമ്മ്യൂണിസ്റ്റുകാരെടുത്തത്. ഈ വായനശാല കമ്മ്യൂണിസ്റ്റുകാരെടുത്തത്. അപ്പോൾ നമ്മളെ കുടുംബമാണ് അവിടെയുള്ള കോൺഗ്രസ് കുടുംബം. വളരെ കുറച്ച് കോൺഗ്രസ്സുകാരേ ഉള്ളൂ. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടേക്ക് ഈ ആളുകൾ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഫ്യൂഡ് ഉണ്ടാവും. ഫ്യൂഡുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുവേ നമ്മളോടൊക്കെ ഒരു വിരോധമായിരിക്കും. അതുകൊണ്ട് നമ്മളൊന്നും തന്നെ പിന്നെ ഈ ആഘോഷത്തെ നമ്മൾ പങ്കെടുത്തിട്ടില്ല. ആദ്യ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്. ഈ വടംവലി ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ, സ്ലോ സൈക്ലിംഗ് എന്ന് പറഞ്ഞ മത്സരമുണ്ട് നമ്മളാണ്. സൈക്കിൾ സ്ലോ ആയിട്ട്, പിന്നെ തീറ്റ മത്സരം, ഇതൊക്കെ നമ്മൾ പങ്കെടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും സ്കൂൾ ഫ്രണ്ട്സിന്റെ ആരെങ്കിലും വീട്ടിലോ അയൽ വീട്ടിലോ നമ്മളെ വിളിച്ചിട്ടുണ്ടാവും. 3-4 സ്ഥലത്ത് വിളിക്കുക, അതാണ് പ്രശ്നം. അപ്പൊ എല്ലായിടത്തും പോകാൻ പറ്റും. അന്ന് പോലും നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ലിമിറ്റ് ഇല്ല. അപ്പൊ ഒരു സ്ഥലത്ത് പോയി നമ്മൾ ഊണ് കഴിച്ച് വേറെ എല്ലാ സ്ഥലത്തും പോയിട്ട് പായസം കുടിച്ചിരിക്കും വരും. അങ്ങനെ ചെയ്യും. ഞാൻ വളരെ സജീവമായി പങ്കെടുത്ത്. ഞാനൊരു ഹൈസ്കൂളിലൊക്കെ എത്തിയ സമയത്ത് വാപ്പാന്റെ ഫ്രണ്ട്സ് അവരൊക്കെ എനിക്കൊന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ്. കറ്റോട് ദർശന കലാവധി എന്ന സംഭവം. അവർ കമ്മ്യൂണിസ്റ്റുകാരും ഈ കോൺഗ്രസ് ഞങ്ങളുടെ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലമാണ്, ശിവദാസിന്റെ മണ്ഡലമാണ് ബാഴ്ശ്ശേരി. അപ്പോൾ ഇവര് ദർശനന്റെ പരിപാടി ഉണ്ടാവും. അപ്പോൾ ബാപ്പ എന്നോട് പറയും, എടാ നീ പോയിക്കോ, അവിടെ കുറച്ചുകൂടി മാതൃഭൂമി സ്റ്റഡി സർക്കിളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം എനിക്ക് എൻ്റെ ഫോട്ടോ ഒക്കെ പേപ്പറിൽ വന്ന് എനിക്കിത് യോജിക്കല്ല എന്തൊക്കെ സമ്മാനം കിട്ടിയപ്പോൾ അവർ പോയി കൊടുത്തില്ല. മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ ആളുകളെ ഫോട്ടോ വരും. ഈ മനോരമയുടെ അതുപോലെ മാതൃഭൂമിൻ്റെ ആണ് മലബാറിൽ കുറച്ചുകൂടി സ്വാധീനമുള്ളത്. അപ്പം ഞാനീ ഫോട്ടോ കണ്ടത് നാട്ടുകാരെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഓരോ മത്സരങ്ങളുണ്ട്, അവർ സംഘടിപ്പിക്കും. അപ്പം അതിന് ഞാൻ പലപ്പോഴും ഈ പറയുന്ന റഫറിയായിട്ട് പങ്കെടുത്തിട്ടുണ്ട്, അനൗൺസറായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ മത്സരത്തിനും പങ്കെടുത്തിട്ടുണ്ട്. തീറ്റ മത്സരത്തിനൊക്കെ പങ്കെടുത്തു. എനിക്ക് 3ാം സ്ഥാനം മറ്റേ കിട്ടിയെന്നു. അതെന്ന് വെച്ചാൽ മത്സരത്തിന് ആളുകൾ കുറവായിരുന്നു. അപ്പം എന്നോട് കൂടി ഇരിക്കാൻ ഞാൻ അതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ അങ്ങോട്ടില്ല. അന്ന് ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ബസ്സൊക്കെ കുറച്ച് ബസ്സുകളേ ഉണ്ടാവും. അപ്പം നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ രാവിലെ ഈ സ്ഥലത്ത് നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. അപ്പം 4 കിലോമീറ്റർ നമ്മൾ നടന്നാണ് പോകുക. 3-4 കിലോമീറ്റർ നടന്നു പോകും. എന്നിട്ട് ഈ ഓണാഘോഷ ചേർന്ന് അവിടെ വന്ന് സദ്യയുണ്ട്. സദ്യ കഴിച്ച് തിരിച്ച് വീട്ടിലിടും.
അതാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും നല്ലൊരു ഓണാഘോഷം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഒരു സ്കൂൾ മേറ്റിൻ്റെ വീടുണ്ട്, പത്മനാഭ എന്ന് പറയുന്നത്, അടുത്ത കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ ഈ മാഷ് കമ്മ്യൂണിസ്റ്റാണെങ്കിൽ ഞങ്ങളുമായിട്ട് ഭയങ്കര ബന്ധമാണ്. എന്ന് വെച്ചാൽ കുട്ടികൾ പോയി, എനിക്ക് മാഷ് ട്യൂഷൻ എടുക്കുക. പത്മനാഭ മരുവൻ ജിതിൻ എൻ്റെ കൂടെ പഠിച്ചു. പിന്നെ വിപിൻ നെവിയിലായിരുന്നു. അവൻ ചിലപ്പോൾ ഓണത്തിന് വരും. പിന്നെ മൂപ്പരെ ഇളയ മോനുണ്ട് രാഹുൽ, പിന്നെ വിനീതൊക്കെ കേട്ടാ എന്നെ തല്ലു. അപ്പം അവൻ്റെ അമ്മാവൻ്റെ മോൻ രാഹുൽ, ഇതേ കുട്ടികളാണ്. അപ്പോൾ ഇവര് വലിയൊരു കുടുംബം, കർണാടക കുടുംബമാണ്. പക്ഷെ ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്, കൂടിയ കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ ഇവരെല്ലാവരും, അപ്പോൾ പിള്ളേരെല്ലാം വരും. അപ്പോൾ ഞാൻ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്, കറ്റോടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ പനങ്ങാട് നോക്കുന്ന സ്ഥലമുണ്ട്, അതാണ് ഒരു 1/2 കിലോമീറ്റർ വ്യത്യാസം. അപ്പോൾ അവിടെ പോയി ഇവരെ കൂടെ പിന്നെ ക്രിക്കറ്റ് കളി, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഭക്ഷണം, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ അന്ന് അവരുടെ മക്കൾ എന്നൊക്കെ വെച്ചാൽ അവർ പലരും മക്കളെ ബാംഗ്ലൂർ അവിടെ ഇവിടെയൊക്കെ പഠിക്കുന്നത്, ഒരു മനുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിനെ പറ്റിയൊക്കെയുള്ള പല കഥകളും കേൾക്കുന്നത് അവിടെ നിന്നാണ്. പിന്നെ അവിടെ നമുക്ക് ഫുൾ സ്വാതന്ത്ര്യം, നമുക്ക് അവിടെ ഒരിക്കലും ഒരു ഔട്ട്സൈഡർ എന്നുള്ള ഫീൽ ഉണ്ടായിട്ടില്ല. നമ്മളവിടെ നിന്ന് VCRൽ എന്തെങ്കിലും സിനിമയൊക്കെ ഇട്ടിട്ട് കണ്ട്, അങ്ങനെ ഒരു വളരെ സെക്യുലറായിട്ടുള്ള ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോഴത്തെ കുട്ടികളെ പോലെ ഇപ്പോഴത്തെ കുട്ടികൾ ക്രിസ്മസ് ഓണമൊക്കെ അവരുടെ വീട്ടിൽ ജാതി മതം ഫണ്ടമെന്റലിസ്റ്റുകളല്ലാത്ത എല്ലാവരും ജാതി മതം നോക്കാതെ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ മരുമക്കളൊക്കെ കുരിശ് ഇതില്ലേ, ഈ നക്ഷത്രം. എൻ്റെ വീട്ടിൽ പണ്ട് എൻ്റെ കുട്ടിയെ നക്ഷത്രം തൂക്കാറുണ്ടായിരുന്നു. അത് ക്രിസ്ത്യൻസിൻ്റെ ആകെ നമുക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കാം, അങ്ങനെ പറയാം. പക്ഷെ ഇപ്പം എൻ്റെ മരുമക്കളൊക്കെ ചെയ്യാറുണ്ട്. അല്ല അതുപോലെ അവർ പിന്നെ സദ്യ, പൂക്കളം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാറി. ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് ഈ പുതിയ കുട്ടികളുടെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി മാറി. പിന്നെ കുറച്ചുകൂടി എല്ലാവരുടെ ആഘോഷമായി, ദേശീയ ആഘോഷമായി. ഇപ്പൊ മലബാറിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളുടെ ഇങ്ങോട്ട് വരുമ്പോ തെക്കൻ കേരളത്തിലേക്ക് കുറച്ചുകൂടെ എല്ലാവരുടെയും ആഘോഷമാണ്. മുമ്പേ അങ്ങനെ തന്നെ തോന്നുന്നു. അതിന് കാരണം നിങ്ങൾക്ക് ഞങ്ങളെ ഓണക്കോടി എടുക്കുക, വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് നമുക്ക് അതിനകത്ത് പൂക്കളം ഇടുന്നു. ഓണസദ്യ നമ്മുടെ വീട്ടിലും നമ്മൾ നമ്മളെ വീട്ടിലൊന്നുമില്ല. പിന്നെ ഓണക്കോടി നമ്മൾ എടുക്കാറില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടില് എനിക്ക് തരുന്ന ഒരു പ്രത്യേക പരിഗണന എന്ന് വെച്ചാൽ ഇവരൊക്കെ തന്നെ പൊതുവെ വെജിറ്റേറിയൻ, ഓണത്തിനന്ന് വെജിറ്റേറിയൻ. അപ്പൊ എന്നെ ചെറിയ ഓണത്തിനാണ് വിളിക്കുക. 2 ഓണം ഉണ്ടല്ലോ, ചെറിയ ഓണം വലിയ ഓണം എന്ന് പറയും നമ്മള്. അപ്പൊ അന്ന് എനിക്ക് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ചിക്കനോ മീനോ ഒക്കെ ഉണ്ടാക്കും. എനിക്ക് വേണ്ടി മാത്രമാണ്, അതിപ്പോഴും ഉണ്ട് ആ ശീലം. അപ്പം നമ്മൾ പോവുകയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ചിക്കനോ, അന്ന് എനിക്കിത് കടിച്ചു തുടങ്ങി എന്തെങ്കിലും ഇല്ലെങ്കിൽ കൊണ്ട് ശരിയാവില്ലെന്ന് അവർക്കറിയാം. അപ്പൊ അത് കൊണ്ടുവരും. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അവര് ഈ ദേശീയ ആഘോഷ നിധി ഏറ്റെടുത്തു. അപ്പൊ അന്ന് എന്തുകൊണ്ട് അങ്ങനെ അത് വന്നില്ല എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ വിദ്യാഭ്യാസപരമായൊക്കെ വളരെ പിന്നിലായിരുന്നു. അപ്പൊ ദേശീയ ആഘോഷമായി വയ്ക്കാൻ പട്ടനാണ് പിള്ളയാണ്. നിങ്ങൾ അന്ന് സൗദാൻ മേഖല അന്ന് കുറച്ച് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ മുന്നിലാണ്, കുറച്ചും കൂടി മോഡേണാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അത് കുറച്ചൊരു മോഡേൺ നിങ്ങളാണ്. അപ്പം അതുകൊണ്ട് അന്നേ നിങ്ങൾക്കത് ഏറ്റെടുക്കാൻ പറ്റി. ഞങ്ങളുടെ നാട്ടിൽ കുറച്ചും കൂടി ഒരു കൺസർവേറ്റീവ് ആയിരുന്നു. അപ്പം പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ വന്നപ്പം എല്ലാ വീടുകളിലും ഇപ്പം വളരെ അപൂർവമായിട്ട് ഈ പറയുന്ന എക്സ്ട്രീം ഇസ്ലാമിക് ലൈനിലുള്ള ആളുകളും എക്സ്ട്രീം ക്രിസ്ത്യൻ ചില സാധനങ്ങളുണ്ടല്ലോ, പ്രസാദം കഴിക്കാൻ പാടില്ല. ഞാൻ ഇടയ്ക്ക് ഞെട്ടിപ്പോയി. പറയുന്നൊരു വിഭാഗം ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ ഇടയിൽ വന്നിട്ടുണ്ട്. പൊതുവെ ക്രിസ്ത്യാനിറ്റി നമ്മളെ നാട്ടിലൊക്കെ ഞങ്ങളെ കൂരാച്ചുണ്ട ഭാഗത്തൊക്കെയാണ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ കണ്ട മാറി ഈ ക്രിസ്ത്യാനി പെണ്ണുങ്ങളൊക്കെ പൊട്ടൊക്കെ തൊടും. അപ്പൊ നമ്മൾ ചോദിക്കാതെ ഹിന്ദു സ്ത്രീകളായിരിക്കും. പിന്നെ ഇവര് പേര് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുക ജെസ്സിന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും പേര്. പക്ഷെ ഇപ്പം ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു വിഭാഗം വന്നിട്ടുണ്ട്. ഏതോ ചർച്ചയപ്പോൾ വന്നപ്പോഴത്തെ ഭയങ്കര ഇതായിട്ട് അത് ഞങ്ങളെ ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടാണ്, അത് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇവര് പറയുന്നത്. ബൈബിൾ അങ്ങനെ അപ്പൊ നിങ്ങളുടെ ഒന്നിനല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഒന്നും മിണ്ടില്ല. അപ്പം ഇപ്പോഴത്തെ അങ്ങനെ ഒരു എക്സ്ട്രീം കൺസർവേറ്റീവ് ആ ഒരു കമ്മ്യൂണൽ ലൈനിൽ ഇല്ലാത്ത ആളുകളൊക്കെ വീട്ടിൽ ഇപ്പം ഈ പറയുന്ന പോലെ പൂക്കളിടുന്നുണ്ട്. പിന്നെ പൂക്കളല്ലേ അവർ റെസിഡൻസിൽ അത്തരം മത്സരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, സ്കൂളുകളിൽ പൂക്കളം ഇടുന്നുണ്ട്, സദ്യ ഉണ്ടാക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പുതിയ ദേശീയോത്സവമായി. ഇതുമായി ബന്ധപ്പെട്ട ലെജൻഡിനെ പറ്റി വ്യത്യസ്തമായ ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലെല്ലാം ഒക്കെ ഉപരിയായിട്ട് മലയാളിയുടെ ഒരു മലയാളിയെ ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് JNUവിൽ ഒരു ഓണാഘോഷം ഉണ്ടായിരുന്നു. അത് വലിയ സംഭവമാണ്. എല്ലാ ആളുകളും വരും, എല്ലാ മലയാളികളും എല്ലാവരും ഒരുമിക്കും, മാത്രമേ മറ്റുള്ളവരെയും വിളിക്കും. അയ്യോ വേറൊരു ആഘോഷം ഈ പറയുന്ന ഇവരുടെ ദീപാവലിയും അതുപോലെ ഹോളിയും അതുപോലെ തന്നെ ഈ ബംഗാളികളെ ഈ പൂജ ഉണ്ടല്ലോ, കാളി പൂജ, ഇതാണ് JNUവിലെ. പിന്നെ ഓണം, 3 പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ. അതിൽ ഏറ്റവും രസകരമായ ആഘോഷം ഓണമാണ്. മറ്റേത് ബാങ്ക് അടിച്ചിട്ട് ഡാൻസ് ഒക്കെ ചെയ്തൊരു വൈക്കാവും. പിന്നെ കാളി പൂജ എന്ന് വെച്ചാൽ വളരെ ഈ പറഞ്ഞതിനെ കുറച്ച് പ്രസാദം, ഇതല്ല, ഇത് സദ്യയും ഭയങ്കര രസമാണ്. പിന്നെ മലയാളി കുട്ടികളെല്ലാം ഈ സാരി, ഈ എന്താ പറയാ, ഈ കസവുള്ള സാരി, സെറ്റ് സാരിയും, പിന്നെ ആൺകുട്ടികളാണ് മുണ്ടൊക്കെ എടുത്തിട്ട്
അത് മൊത്തം ഒരു ഷോ ആണ്. ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റി ഇത് വലിയ ആഘോഷമാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പിന്നെ കുറച്ച് അസൂയുള്ള ആളുകൾ പറയുന്നത്, ഉത്തരേന്ത്യ ആളുകൾ പറയുന്നത്, ഇത് മലയാളികൾ ചെറിയ സമൂഹമാണെങ്കിൽ ഈ ആഘോഷത്തിന് വലിയ ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. അത് കിട്ടാനൊരു കാരണം എന്ന് വെച്ചാൽ ഈ പൂവ് എല്ലാവർക്കും ഇഷ്ടമാണ്, ഈ പൂക്കളം, അതൊരു പുതുമയുണ്ട് അതിൽ. അവിടെ അവർക്ക് രംഗോലി ഉണ്ട്, അത് പൂക്കളമല്ല. പിന്നെ ഈ പറയുന്ന പലതരത്തിലുള്ള പ്രഥമൻ, പിന്നെ ഈ പറയുന്ന ഈ ഡ്രസ് കോഡിന് മലയാളി എടുക്കുന്ന ഈ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പിള്ളേരൊക്കെ ജിമ്മിലൊക്കെ പോയി നല്ല മസിലൊക്കെ ഇട്ട് പയ്യന്മാരാ. അവന്മാർ ഈ കസവ് മുണ്ടൊക്കെ കൊടുത്തിട്ട് മുണ്ടൊക്കെ മാടി കുത്തി കഴിഞ്ഞാൽ ഈ കയാലിലെ മസിലൊക്കെ ഇങ്ങനെ പെടച്ചു നിൽക്കും. അപ്പൊ ഭയങ്കര ചന്തമാണ് കാണാം. അതുപോലെ തന്നെ പെമ്പിള്ളേർ അങ്ങനെ മോഡേൺ ഒക്കെ ആയിട്ട് ഡ്രസ്സ് ഇട്ട്. അപ്പൊ അവിടെ അവർ കളിയാക്കി പോയി ഈ എന്താ ബോഡി കാണിക്കാൻ വേണ്ടി, ശരീരം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആഘോഷം. പക്ഷെ എല്ലാവരും ഇതിൽ പങ്കെടുക്കും. പക്ഷെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉള്ള കോളേജുകൾ എനിക്ക് തോന്നുന്നു ആ ക്യാമ്പസിലൊക്കെ ഈ അവരുടെ ഹോളിനെക്കാട്ടും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഓണാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ ഓണാഘോഷം സ്വഭാവമാണ്. അത് പൂക്കളം, വെജിറ്റേറിയൻ ഫുഡ്, പിന്നെ മലയാളിയുടെ വെളുത്ത വസ്ത്രം, അതിലെ കസവ് ലൈനിങ്, ഒരു സമൃദ്ധി അത് ഫീൽ ചെയ്യിക്കുന്നുണ്ട്. ഇപ്പൊ നാളെ ഇപ്പം ഈ ഇവിടെ പോയി ഹിന്ദു മതം ഇല്ലാതായി പോയി വിചാരിച്ചു, എങ്കിലും ഈ ഓണാഘോഷം നിൽക്കും. അത് എല്ലാവരുടെ ആഘോഷമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉത്തരാടത്തിനകത്ത് ധാരാളം ക്രിസ്മസിനെ പറ്റി ഇത് പറയുന്നുണ്ട്. ക്രിസ്മസ് ജീസസ് എനിക്ക് തന്നെ മുമ്പ് ഉണ്ടായിരുന്ന സൂര്യന്റെ ജനനമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ്. അത് റോമക്കാരുടെ പൊതുവായിട്ടുള്ള ആഘോഷമായിരുന്നു. അത് പിന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ആഘോഷമായി മാറിയെന്ന് മറ്റേ പോൾ തേലക്കണ്ടത്തിലൊക്കെ പോലെയുള്ള ആളുകൾ വരെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, ചരിത്രം പറയാം. അതുപോലെ അവിടെ ആളുകളുടെ സ്വഭാവം, അവിടെ ക്രിസ്ത്യാനിറ്റി അവിടെ പ്രധാനപ്പെട്ട റിലിജിയനായിട്ട് വന്നു. എന്നിട്ട് പോലും ഈ ക്രിസ്മസ് എന്നുള്ള ഈ ഒരു ആഘോഷം, സൂര്യന്റെ ഈ ജനവുമായി ബന്ധപ്പെട്ട സമ്മർ സോൾട്ടേഴ്സ് അങ്ങനെ തന്നെ പറയാം, ആ ആഘോഷം ഇപ്പോഴും ലോകം ഒട്ടാകെ വലിയൊരു ആഘോഷമായി നിൽക്കുകയാണ്. അതിനിപ്പം ഈ മതപരമായ ബൗണ്ടറീസ് ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഓണാഘോഷം. അത് ഒരു സമൃദ്ധിയുടെ ആഘോഷം. ഒരു കൊയ്ത്ത് കഴിഞ്ഞിട്ട്, പണ്ടൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ആളുകൾ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഇത് സംഭവം. അതുപോലെ പിന്നെ അപ്പം ഒരു കൊയ്ത്തുത്സവമായിരുന്നു അത്. ഇപ്പൊ അതിന്റെ പിന്നെ അത് കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പണ്ടൊക്കെ അതുപോട്ടെ, അത് എന്തും കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടും. കുറെയൊക്കെ കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരു വലിയ കാര്യം ഉണ്ടാവുന്നത്. കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും സെക്കുലറിസത്തിന്റെ ഒക്കെ വളർച്ചയ്ക്കും കാരണമാണ്. കാരണം നമുക്ക് പൊതുവെ പായസം, അമ്പലപ്പോയ പാൽപ്പായസം, അപ്പോൾ സാധാരണ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനിക്കോ കിട്ടാൻ സാധ്യതയില്ലാത്ത സാധനമാണ്. നമ്മളൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആരെയും പരിചയക്കാരോട് പറഞ്ഞിട്ട് അല്ലേ, അങ്ങനെ അമ്പലപ്പോയ പാൽപ്പായസം, അല്ലെങ്കിൽ ഗുരുവായൂർ പ്രസാദം, അല്ല അരവണ അവിടെ പിന്നെ എല്ലാവർക്കും പോവാം. അപ്പം ഇതുപോലെ കമേഴ്ഷ്യൽ ഇപ്പൊ അമ്പലപ്പോയ പാൽപ്പായസം നമ്മൾ രവി പിള്ളയുടെ മാൾ, ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് രവി പിള്ളയുടെ മോൾ ഉണ്ട് കോഴിക്കോട് മാൾ. അപ്പൊ രവി പിള്ളയുടെ ഇപ്പൊ അത് വലിയ കച്ചവടമല്ല തോന്നുന്നു കോഴിക്കോടുള്ള, കൊല്ലത്തുണ്ടല്ലോ, അവിടെ നിന്നാണ് ഞാൻ കഴിക്കുന്നത് അമ്പലപ്പോയ പാൽപ്പായസം കഴിക്കും. പിന്നെ ആലപ്പുഴ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സെക്യുലറൈസ് ചെയ്യാൻ, ഈ മാർക്കറ്റൈസ് ചെയ്യപ്പെടുന്നത് നല്ലതാണ്. അതങ്ങനെ അതൊന്നും നിൽക്കുക. ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി മനുഷ്യരാശി, മലയാളിയുടെ ജീനുള്ള മനുഷ്യൻ ലോകത്തില്ലാതാവുന്നവരെ ഓണം ശക്തമായി തന്നെ നിലകൊള്ളും. എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും തിരുവോണ ദിന ആശംസകൾ.